എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ നേഴ്സറിയിൽ എന്നവണ്ണം കട്ട കുത്തി പൂക്കളുണ്ടായി നമ്മുടെ വീട്ടിലും അതുപോലെ നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും ഒക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ കട്ട കുത്തി പൂക്കൾ ഉണ്ടാവാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ കട്ട കുത്തി പൂക്കൾ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണം മുരടിപ്പാണ് അല്ലേ. പെട്ടെന്ന് റോസാ ചെടി മുരടിപ്പ് പിടിച്ച് ആ ഒരു ചെടി നശിച്ചു പോകാറുണ്ട്. ആദ്യമൊക്കെ പൂക്കൾ തരുമെങ്കിലും പിന്നീട് 1-2 പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ മുരടിച്ച് ക്രമേണ ആ ഒരു റോസാ ചെടി നശിച്ചു പോകും. പ്രത്യേകിച്ച് ബഡ് റോസകൾക്കാണ് ഈ ഒരു പ്രശ്നം. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലും നേഴ്സറിയിൽ എന്ന പോലെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തേ മതിയാകത്തുള്ളൂ. നല്ല കെയറിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റോസാ ചെടി ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. ഇതുപോലെ നിറയെ പൂക്കളും പൂമൊട്ടുകളും ഒക്കെ തരത്തുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ റിസൾട്ടുമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. ഓരോ ചെടിയെയും പരിപാലിക്കുന്നത് കൊണ്ടാണ് അത് നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരുന്നത്. കറക്റ്റ് അതാത് സമയങ്ങളിൽ നമുക്ക് നല്ല ജൈവ വളപ്രയോഗവും നല്ല കീടനാശിനി പ്രയോഗവും ചെയ്യണം. അതുപോലെ തന്നെ ജൈവവളങ്ങൾ ആദ്യമൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം ജൈവവളം കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലൊരു രാസവളം ഇടയ്ക്ക് കൊടുത്ത് നല്ലതാണ്. അത് ഇടയ്ക്ക് കൊടുക്കേണ്ടത് 19-19-19 ആണ്. NPK 19-19-19 കൊടുക്കണം. ഞാനതാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പം ഒരു 2 പ്രാവശ്യം ജൈവവളം കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രാസവളം ഇടയ്ക്ക് കൊടുക്കാം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ ചെടി അങ്ങനെ നേഴ്സറിയിൽ അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. നേഴ്സറികളിലെ പൂക്കൾ ഉണ്ടാകുന്ന രഹസ്യം തന്നെ അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചെടികളുണ്ടാകുന്ന മുരടിപ്പ്, പ്രത്യേകിച്ച് റോസാ ചെടികൾ ഉണ്ടാകുന്ന മുരടിപ്പ് മാറാനായിട്ട് നല്ലൊരു സൊല്യൂഷനാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലുള്ള കായപ്പൊടി, ഇത് സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കായപ്പൊടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ കായത്തിൻ്റെ കട്ടയും എടുക്കാം. കായത്തിൻ്റെ കട്ടയാണ് വളരെ കുഞ്ഞൊരു പീസ്, അതായത് ചെറിയൊരു കുഞ്ഞു പീസ് മാത്രം മതി. പൊടി ആയതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. കട്ടയാണെങ്കിൽ ചെറിയൊരു പീസ് മതി. അപ്പോൾ കട്ടയാണെങ്കിൽ ചെറുതായിട്ടൊന്നുമില്ല ചൂടുവെള്ളത്തിലോ ഒന്ന് അലിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് 1 ലിറ്റർ വെള്ളത്തിലാണ് ഡൈലൂട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ട് നമുക്ക് പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്ന കഞ്ഞിവെള്ളമാണ്, അരി കഴുകിയ വെള്ളത്തിലാണ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ നല്ല പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അന്നത്തെ കഞ്ഞിവെള്ളം ഒരിക്കലും നമ്മൾ എടുക്കരുത്. നല്ല പുളിച്ച കഞ്ഞിവെള്ളം വേണം എടുക്കാൻ. കഞ്ഞിവെള്ളം 3-4 ദിവസം നന്നായിട്ട് പുളിപ്പിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ പുളിച്ച കഞ്ഞിവെള്ളമാണ് നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഈ കഞ്ഞിവെള്ളം നമുക്ക് എടുത്തിട്ട് നമ്മുടെ ചെടികളിൽ തളിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പച്ചക്കറിത്തൈകളിലും ഒക്കെ തളിച്ച് കൊടുക്കാം. ഏത് ചെടികൾക്കും നമുക്ക് കൈകൊണ്ട് തളിച്ച് കൊടുക്കാം. അതിൻ്റെ ഒരു ഒട്ടൽ മൂലം നമ്മുടെ ചെടികളിൽ കീടങ്ങളൊന്നും, അതായത് പ്രാണികളൊന്നും വന്നിരിക്കത്തില്ല. വന്നാൽ തന്നെ അത് ഒട്ടിപ്പിടിച്ചിരിക്കും, പെട്ടെന്ന് അത് നശിച്ചു പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കായപ്പൊടി ചേർക്കുന്നത്, പല കാര്യങ്ങളും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് പുളിച്ച കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് 1 ടീസ്പൂണ് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 3/4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. കറക്റ്റ് 3/4 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത്. 1 ലിറ്റർ എടുത്ത് വേണ്ട, 3/4 ലിറ്റർ വെള്ളം മതി. എന്നിട്ട് നമുക്ക് അന്നേരം നല്ലൊരു കീടനാശിനിയായിട്ടല്ല നമ്മളിതിപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 3/4 ലിറ്റർ എടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം തന്നെയാണെങ്കിൽ നമുക്ക് പുളിപ്പിച്ചിട്ട് നന്നായിട്ട് തളിച്ച് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പം നമ്മുടെ റോസാച്ചെടികളിലെ മുരടിപ്പൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഈ കായപ്പൊടി കൂടെ ചേർത്ത് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലൊരു കീടനാശിനിയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതുപോലെ നമുക്ക് കീടനാശിനിയായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാതെ നമുക്ക് തളിച്ച് വേണമെങ്കിലും കൊടുക്കാം. സ്പ്രെയറിനകത്താക്കാണ് ആക്കണമെങ്കിൽ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ റോസാച്ചെടികൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോസാച്ചെടികളിലെ മുരടിപ്പൊക്കെ മാറി ഇതുപോലെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവാനൊക്കെ തുടങ്ങും. അപ്പോൾ ഏത് ചെടികൾക്കാണ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെടികളെ, പ്രത്യേകിച്ച് റോസാച്ചെടികളൊക്കെ നല്ല പരിചരണമില്ലെങ്കിൽ ആ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഓരോരോ കാര്യം 15 ദിവസം കൂടുമ്പോൾ നല്ലൊരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞ് 15 ദിവസം കൂടുമ്പോൾ അത് പിന്നത്തെ 15 ദിവസം കഴിയുമ്പോൾ നല്ലൊരു കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ റോസാച്ചെടി മുരടിപ്പൊക്കെ പെട്ടെന്ന് മാറുന്നത്. റോസാച്ചെടി നിങ്ങൾക്കറിയാമല്ലോ, ആദ്യമൊക്കെ പൂ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് മുരടിപ്പ് തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുത്താലും വളരെയധികം നല്ലതാണ്. എക്സോഡസും ഞാൻ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് നല്ലൊരു ജൈവ കീടനാശിനിയാണ്, കെമിക്കലൊന്നുമല്ല. നമുക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് നമുക്ക് ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഒരു വർഷത്തേനൊക്കെ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. മാക്സിമം 1.5 മില്ലി ടു 2 മില്ലി വരെ അത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ.